വിശദമായ വാർത്തകളിലേക്ക്. കർണാടകയിൽ കോൺഗ്രസ് തിരക്കിട്ട ചർച്ചയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാകാതെ തർക്കം തുടരുന്നു. സിദ്ധരാമയ്യയുടെയും ശിവകുമാറിന്റെയും ചരടുവലികളെ പ്രതിരോധിക്കാൻ AICC 3-അംഗ നിരീക്ഷക സംഘത്തെ നിയോഗിച്ചു. നിർണായകമായ നിയമസഭാ കക്ഷിയോഗം ബംഗളൂരുവിൽ തുടങ്ങി. വിവരങ്ങളുമായി ആന്റണി ജോർജ് ചേരുന്നു. ആന്റണി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി ആരെന്നുള്ള ആശയക്കുഴപ്പത്തിനുള്ള ആ ചോദ്യത്തിനുള്ള ഉത്തരം ഈ യോഗത്തോടുകൂടി നമുക്ക് വ്യക്തമാകുമോ? എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ആ യോഗം ഇപ്പോൾ ബംഗളൂരുവിൽ തുടരുകയാണ്. ഏതാണ്ട് 6 മണിയോട് കൂടിയാണ് യോഗം തുടങ്ങിയത്. ബംഗളൂരുവിൽ ഒരു ഹോട്ടലിൽ വെച്ചാണ് യോഗം നടക്കുന്നത്. ഏതായാലും നിർണായകമായ ഒരു യോഗം തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പുതിയൊരു വിവരം എന്ന് പറയുന്നത് മെയ് 18-ന് കർണാടകയിൽ പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റേക്കും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സമാന മനസ്കരായ രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും അണിനിരത്തിയുള്ള ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങായിരിക്കും കർണാടകയിൽ നടക്കുക. അതിൽ എല്ലാ കോൺഗ്രസുമായി സമാന മനസ്കരായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പങ്കെടുക്കും. രാഹുൽ ഗാന്ധി അടക്കമുള്ള ഗാന്ധി കുടുംബത്തിലെ എല്ലാവരും, മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മെയ് 18-നുള്ളിൽ ഈ 2 ദിവസത്തിനകം ക്യാബിനറ്റ് മന്ത്രിസഭ മുഴുവനായി ഫൈനലൈസ് ചെയ്ത ശേഷം മെയ് 18-ന് സത്യപ്രതിജ്ഞ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇപ്പോഴും ആരാകും കർണാടകയുടെ അടുത്ത മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തീരുമാനം ആയിട്ടില്ല. ഇന്നും ആ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നില്ല. ആ സ്ഥാനത്തേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും അതുപോലെ തന്നെ DK ശിവകുമാറും ഒരുപോലെ തന്നെ അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം, ആ പോസ്റ്റിന് വേണ്ടി രണ്ടുപേരും സമ്മർദ്ദം ശക്തമാക്കിയ ഒരു സാഹചര്യം നിലവിലുണ്ട്. രാവിലെ മുതൽ തന്നെ അതിൻ്റെ ചില സൂചനകളും നമുക്ക് മുന്നിലുണ്ടായിരുന്നു. കാരണം DKയ്ക്കും വീടിന് മുന്നിൽ, അതുപോലെ തന്നെ സിദ്ധരാമയ്യയുടെ വീടിന് മുന്നിലൊക്കെ ഫ്ലെക്സ് ബോർഡുകൾ, മുഖ്യമന്ത്രിയാകണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നു. സിദ്ധരാമയ്യയുടെ അനുകൂലികൾ അവിടെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നു. അതുമാത്രമല്ല, ഈ സിദ്ധരാമയ്യയുടെ പക്ഷത്തുള്ള MLA-മാരെ തൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള ചില ശ്രമങ്ങൾ DK ശിവകുമാർ നടത്തിയതായുള്ള ചില വിവരങ്ങളുമൊക്കെ പുറത്ത് വന്നിരുന്നു. ഏതായാലും ആ തർക്കങ്ങൾ ഈ കോൺഗ്രസിന്റെ വലിയ വിജയത്തിന് തിളക്കം നഷ്ടപ്പെടുത്തുന്ന ഒന്നാവാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഹൈക്കമാൻഡ് നടത്തുന്നുണ്ട്. ഇന്നലെ മുതൽ തന്നെ അനുനയത്തിനുള്ള ശ്രമങ്ങൾ ഹൈക്കമാൻഡ് തുടങ്ങിയിരുന്നു. ഒരു അനുനയ നീക്കത്തിലൂടെ ആ പ്രശ്നം പരിഹരിക്കുക, അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിയെ കണ്ടെത്തുക എന്നുള്ളൊരു നീക്കം ഇന്നലെ തന്നെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തുടങ്ങിയിരുന്നു. അതിന്റെ ഭാഗമായി AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാല്, കർണാടക തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല അടക്കമുള്ള നേതാക്കൾ ഇരു നേതാക്കളുമായും സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഒരു 3-അംഗ നിരീക്ഷക സംഘത്തെ കൂടി ഹൈക്കമാൻഡ് നിയോഗിച്ചു. ആ നിരീക്ഷക സംഘവും ഉടൻ ബംഗളൂരുവിലേക്ക് എത്തും. അവർ എത്തിയ ശേഷം എല്ലാവരുമായും ചർച്ച നടത്തി ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. അതിനിടയിലാണ് ഏറ്റവും നിർണായകമായ നിയമസഭാ കക്ഷി യോഗം നടക്കുന്നത്. അതിൽ MLA-മാരുടെ തീരുമാനം അല്ലെങ്കിൽ അഭിപ്രായം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ സിദ്ധരാമയ്യയ്ക്കൊപ്പം ഭൂരിപക്ഷം MLA-മാർ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അവർ ഈ യോഗത്തിൽ ഉന്നയിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ആവശ്യങ്ങളായിരിക്കും വരിക എന്നുള്ളത്, അല്ലെങ്കിൽ എന്തായിരിക്കും അവരുടെ നിലപാട് എന്നുള്ളത് ഏറെ നിർണായകമാണ് ഇന്നത്തെ ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ. ഏതായാലും ഇന്ന് തീരുമാനം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞ് ഒട്ടേറെ പേർ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് അത്തരം സൂചനകളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. അതായത് DK ശിവകുമാറിനെ തൽക്കാലം മുഖ്യമന്ത്രിയിലേക്ക് കൊണ്ടുവരേണ്ട, അതായത് അദ്ദേഹത്തിന് ED കേസുകൾ അടക്കമുള്ളത് കൊണ്ട് തന്നെ അതൊരു കോട്ടം തട്ടിക്കും എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇതൊക്കെ മറികടന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു ആശയക്കുഴപ്പം തന്നെയല്ലേ? എങ്ങനെയായിരിക്കും ഇവർ ഇതിലേക്ക് എത്താൻ പോകുന്നത്? ഈ നേതാക്കൾ ആവർത്തിച്ചു പറയുന്നത് ഒരു തർക്കങ്ങളും ഉണ്ടാകില്ല, ഏറ്റവും അനുയോജ്യനായ അല്ലെങ്കിൽ അനുനയത്തിലൂടെ ഒരു പ്രശ്നങ്ങളുമില്ലാതെ ഈ പ്രശ്നം പരിഹരിക്കും, നാളെ തന്നെ പറ്റുമെങ്കിൽ നാളെ തന്നെ കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന ആത്മവിശ്വാസമാണ് മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ പറയുന്നത്. ഇന്നിപ്പോൾ തീരുമാനം, ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ എടുക്കുന്ന തീരുമാനം അത് ഹൈക്കമാൻഡിനെ അറിയിച്ച് ഹൈക്കമാൻഡ് അന്തിമ തീരുമാനം എടുക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്കാര്യത്തിൽ
ഹൈക്കമാൻഡിന്റെ ആണ് അന്തിമ തീരുമാനം വരേണ്ടത്. അത് സംസ്ഥാനത്തിൽ വേണ്ട എന്നുള്ള തീരുമാനം വന്നിരുന്നു. അതിന്റെ ഭാഗമായി ഹൈക്കമാൻഡ് തന്നെ ഇക്കാര്യത്തിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യം തീരുമാനിക്കും. നാളെയോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഈ നിയമസഭാ കക്ഷിയോഗം നടക്കുന്ന ഹോട്ടലിന് മുന്നിൽ സിദ്ധരാമയ്യ അനുകൂലികളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധവും നടക്കുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവരെ റോഡിൽ കുത്തിയിരുന്ന ഈ സിദ്ധരാമയ്യ അനുകൂലികളെ പോലീസ് അവിടെ നിന്ന് മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത്തരത്തിൽ എല്ലാ തരത്തിലും സമ്മർദ്ദങ്ങളുണ്ട്. പക്ഷേ തീരുമാനം ഹൈക്കമാൻഡിൻ്റെതാകും. അതിൽ ഈ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നിലവിൽ. അതിന് ഈ മുന്നോട്ട് വെക്കുന്ന ഫോർമുല ഈ ഇരു നേതാക്കളും അംഗീകരിക്കുമോ എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിലവിൽ സിദ്ധരാമയ്യയ്ക്കും അതുപോലെ തന്നെ DK ശിവകുമാറിനും ടേമുകൾ വിഭജിച്ച് നൽകി ഈ മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടാമെന്നുള്ളൊരു ധാരണ ഉണ്ട്. അത് അങ്ങനെ വരികയാണെങ്കിൽ ആദ്യത്തെ ടേമിൽ ആര് മുഖ്യമന്ത്രിയാകുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയെങ്കിൽ അതിന് സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ DK ശിവകുമാർ അതിന് തയ്യാറാകുമോ, അല്ലെങ്കിൽ ശിവകുമാറിനെ ആക്കുകയാണെങ്കിൽ സിദ്ധരാമയ്യ തയ്യാറാകുമോ എന്നുള്ളതൊരു ചോദ്യമായി തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയാണ് ഒരു പ്രശ്നമായി നിലനിൽക്കുന്നത്. തന്നെ DK ശിവകുമാർ നേരത്തെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് സിദ്ധരാമയ്യയുമായി യാതൊരു പ്രശ്നങ്ങളുമില്ല, അതായത് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് സൂചിപ്പിച്ചത്. നേരത്തെ വന്ന അഭിപ്രായങ്ങൾ, അതായത് നേരത്തെ വന്ന വാർത്ത അത് തന്നെയാണ്. അത് പറയുമ്പോഴും തനിക്ക് സിദ്ധരാമയ്യയുമായി പ്രശ്നങ്ങളൊന്നുമില്ല, അഭിപ്രായ വ്യത്യാസങ്ങളില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. താൻ പാർട്ടിക്ക് വേണ്ടിയും ത്യാഗങ്ങൾ സഹിച്ച് പാർട്ടിക്കൊപ്പം ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉറച്ചു നിന്നയാളാണ് എന്നുകൂടി DK ശിവകുമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. പാർട്ടിക്ക് വേണ്ടി പലപ്പോഴും ത്യാഗങ്ങൾ സഹിച്ച് സിദ്ധരാമയ്യക്കൊപ്പം ഉറച്ചു നിന്ന നേതാവാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ ഇത്തവണ അദ്ദേഹം ലക്ഷ്യമിടുന്നത് ഒരുപക്ഷെ സ്വാഭാവികമായും ഈ മുഖ്യമന്ത്രി കസേര, ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ചയാളെന്ന നിലയിൽ തനിക്ക് പദവിക്ക് അർഹതയുണ്ട് എന്നുകൂടി ഈ പ്രസ്താവനയിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഇതിൽ അനുനയത്തിന്റെ ഒരു മാർഗം എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ഏതായാലും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ ഈ തർക്കങ്ങൾ പ്രതിസന്ധി ആകുമോ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പരിഹരിക്കപ്പെടുന്ന കാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന ഘട്ടത്തിൽ മുതൽ നമ്മൾ കണ്ടത്. ആ വിഷയം അങ്ങനെ തന്നെ പരിഹരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്. നിലവിൽ ഒരു ഫോർമുലയുള്ളത്, മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യ വരികയാണെങ്കിൽ ഉപമുഖ്യമന്ത്രിയായി DK ശിവകുമാറിനെ കൊണ്ടുവരിക, അതിൽ ആഭ്യന്തരം, വ്യവസായം അടക്കമുള്ള സുപ്രധാന വകുപ്പുകൾ DK ശിവകുമാറിന് നൽകുക എന്ന ഒരു നിർദ്ദേശം ഹൈക്കമാൻഡിന്റെ മുമ്പിലുണ്ട്. ഇത് എങ്ങനെയായിരിക്കും DK സ്വീകരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും ഇന്ന് തീരുമാനം ഉണ്ടാകില്ല എന്നുള്ളതാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. നാളെയോടുകൂടി തീരുമാനമുണ്ടാകും. അങ്ങനെയെങ്കിൽ മെയ് 18-ന് കർണാടകയുടെ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ആ സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രതിപക്ഷ ഐക്യത്തിന്റെ വേദിയാക്കാൻ കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. സമാന മനസ്കരായ എല്ലാ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയും അണിനിരത്തി ഒരു വലിയ പരിപാടിയായി മാറ്റാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുന്നു. അതിനു മുമ്പ് ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഒരുപക്ഷെ ഇന്ന് അതിനൊരു സൂചന കിട്ടും. നാളെയോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത നേതാക്കൾ തള്ളിക്കളയുന്നില്ല. ഏതായാലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള തിരക്കിട്ട ചർച്ചകൾ ബംഗളൂരുവിൽ സജീവമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി, എന്തായാലും വ്യക്തമാണ്, അതായത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റി നിർത്തി മുഖ്യമന്ത്രി ആര് ഇതിനുള്ള ഉത്തരം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് വ്യക്തമായ ചിത്രം ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ നാളെയോടുകൂടി ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ നമുക്ക് സൂചനകൾ ലഭിക്കുമെന്നാണ് പറയുന്നത്. മെയ് 18-ന് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കും. അത് ഗംഭീരമാക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. വിവരങ്ങളാണ് ആന്റണി ജോർജ് നൽകിയത്.